ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പിലുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നു നിഫ്റ്റിയിലുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സപ്പോർട്ടായിരുന്നു പ്രധാനമായിട്ടും നിലനിന്നത്. പിന്നീട് ഒരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു നിഫ്റ്റിയിൽ കണ്ടുകൊണ്ടിരുന്നത്. 10,850 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 10,894 വരെ ഹൈ പോയി. തുടർന്ന് 10,815 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ടെക് മഹീന്ദ്ര, ഹിൻഡാൽകോ, HCL ടെക്നോളജീസ്, JSW സ്റ്റീൽ, റിലയൻസ് ഇവരായിരുന്നു ടോപ്പ് ഗെയിനറായിട്ട് നിഫ്റ്റിയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഇപ്പോൾ പ്ലോട്ട് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1890 900 ആ ഒരു റേഞ്ച് 1900 ആ ഒരു റേഞ്ചിൽ നമുക്കൊരു നല്ലൊരു റെസിസ്റ്റൻസ് ഇനി മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 1690 1700 ആ ഒരു റേഞ്ചിൽ നമുക്കൊരു സപ്പോർട്ടും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനുള്ളിൽ ഒരു മൂവ് നടത്തുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഒരു കൺസോളിഡേഷൻ പ്രതീക്ഷിക്കാം. അതല്ല ഈ ഒരു 1690 ബ്രേക്ക് ചെയ്ത് താഴേക്കോ അല്ലെങ്കിൽ 1890 1900 ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയോ ചെയ്താൽ ഒരു ഡൗൺ ട്രെൻഡിനോ അല്ലെങ്കിൽ അപ്പ് ട്രെൻഡിനോ ഉള്ളൊരു സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഈ ഒരു ജൂലൈ മന്തിൻ്റെ ഓപ്ഷൻ ഡാറ്റ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നിലനിൽക്കുന്നത് പുട്ട് ഓപ്ഷൻ സൈഡിലാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ 10,000, പുട്ട് ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ 10,000, അതേ തുടർന്ന് 9,000 ഈ ഒരു റേഞ്ചിലാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 11,500, അതേ തുടർന്ന് 16,000 ഈ ഒരു റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ അനാലിസിസിൽ ഈ ഒരു ഡാറ്റയും കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ US മാർക്കറ്റിൽ ഒരു മിക്സഡ് ട്രെൻഡാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്ക് ഏകദേശം 69 പോയിൻറ്റ്സ് ഗെയിനോടുകൂടി എൻഡ് ആയിട്ടുണ്ട്. ഇന്നത്തെ യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഒരു പോസിറ്റീവ് മൂഡിലാണ് കാണിക്കുന്നത്. 1% മുകളിലാണ് എല്ലാ മാർക്കറ്റും ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോഴും ഒരു പോസിറ്റീവ് മൂഡാണ് നമ്മൾ കാണുന്നത്. HDFC നിഫ്റ്റി ഇപ്പോൾ 17 പോയിൻറ്റ് അപ്പിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിൻ്റെ പ്രൈസിലൊരു അപ്പ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലൊരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ലോസാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ FIIൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം 1,031 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്നും ഒരു നെറ്റ് വിത്ഡ്രോവലാണ്, ഏകദേശം 431 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് ഉണ്ടായിരിക്കുന്നത്. രൂപയുടെ മൂല്യം ഡോളറിനെ അഗേൻസ്റ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള എൻഡിംഗ് ആണ് കണ്ടത്. 75.19 ഇന്ന് രൂപയുടെ മൂല്യം എൻഡ് ആയിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ ഇന്ത്യയിലേക്ക് ഒരു $10 ബില്യൺ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പോകുന്നു. അതായത് ഒരു ഡിജിറ്റൽ എക്കോണമീനൊന്ന് റീബിൽഡ് ചെയ്യാനായിട്ട് $10 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് ഗൂഗിൾ CEOൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന 5 മുതൽ 7 വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യക്ക് മാത്രമായിട്ടുള്ള പ്രൊഡക്റ്റും അതേപോലെ തന്നെ സർവീസുകളും ബിൽഡ് ചെയ്യുക, അതുപോലെ തന്നെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ ഈ ഒരു മേഖലകളിലൊക്കെ പുതിയ ടെക്നോളജികളും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗപ്പെടുത്തുക, ഇങ്ങനത്തെ ഒരു ഏരിയകളിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഇവർ കൂടുതലായിട്ടും ഇതിൽ നിന്നും ഫോക്കസ് ചെയ്യുക എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് റൊസാരി ബയോടെക്കിൻ്റെ IPO ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട്, ഇഷ്യൂ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ പ്രകാരം 34% സബ്സ്ക്രിപ്ഷനാണ് ഇപ്പം നടന്നതായിട്ട് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യുക. അടുത്തതായിട്ട് HDFC ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വെഹിക്കിൾ ഫിനാൻസിങ് ഓപ്പറേഷനിൽ ഇംപ്രോപ്പർ ലെൻഡിങ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഇൻവെസ്റ്റിഗേഷൻ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് അവരുടെ ഈ ഒരു വെഹിക്കിൾ ഫിനാൻസിങ് യൂണിറ്റിൻ്റെ ഹെഡ് ചെയ്യുന്ന അശോക് ഖന്നയുടെ സർവീസ് അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പ്ലാൻ അവർ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇപ്പം ഡിസിഷൻ എടുത്തിരിക്കുന്നതെന്നാണ് അപ്ഡേറ്റുകളിൽ പറയുന്നത്. മാർച്ച് 31 വരെയുള്ള ഒരു ഡാറ്റ പ്രകാരം ഏകദേശം $16 ബില്യൺ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ ഈ ഒരു വെഹിക്കിൾ ഫിനാൻസിങ് യൂണിറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്ക് ഇന്നൊരു ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ജിയോ പ്ലാറ്റ്ഫോമിലേക്ക് ക്വാൾക്കം അവർ ഏകദേശം 730 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വന്നിരിക്കുകയാണ്, ഏകദേശം 0.15% സ്റ്റേക്ക് എടുക്കുന്ന രീതിയിൽ. അപ്പോൾ ഇത് റിലയൻസിന് നിന്നൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അടുത്തായിട്ട് ഇൻഫോസിസ് ഓൾഡ് നാഷണൽ ബാങ്കുമായിട്ടുള്ള ഒരു ഡിജിറ്റൽ പാർട്ണർഷിപ്പിലേക്ക് അവർ എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഓൾഡ് നാഷണൽ ബാങ്കിൻ്റെ അവരുടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നതിന് ഇനി ഇവരായിരിക്കും പാർട്ണറായിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റീൽ സ്ട്രിപ്സ് വീൽസ് ഇവർക്ക് വീണ്ടും ഒരു ഓർഡർ വിൻ ചെയ്തതായിട്ട് ട്രക്ക് ആൻഡ് കാരവാൻ ട്രെയിലർ ബിസിനസ്സിലേക്ക് യൂറോപ്പിൽ നിന്നും അതേപോലെ തന്നെ US നിന്നും ഒരു ഓർഡർ വിൻ ചെയ്തതായിട്ട് ഏകദേശം 16,000 സ്റ്റീൽ വീൽസിൻ്റെ ഒരു ഓർഡറാണെന്നാണ് അപ്ഡേറ്റുകളിൽ പറയുന്നിരിക്കുന്നത്. ഈ ഒരു ഓർഡറിൻ്റെ വർത്ത് നോക്കുകയാണെങ്കിൽ 1.78 lakh euros എന്നാണ് അപ്ഡേറ്റുകളിൽ അവർ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇവർക്ക് ഒരു പോസിറ്റീവ് ന്യൂസായി മാറിയിട്ടുണ്ടായിരുന്നു.
അടുത്തതായിട്ട് അവന്യൂ സൂപ്പർമാർട്ടിൻ്റെ ഈ Q1 ഏണിങ്സ് റിലീസ് നോക്കുമ്പോൾ 88% ഡിക്ലൈനാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ എബിഡയിൽ 81% ഡിക്ലൈനും മാർജിനിലും ഒരു നല്ല കോൺട്രാക്ഷൻ വന്ന രീതിയിലാണ് അവർ അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കൊറോണയുടെ ഇമ്പാക്റ്റുകളൊക്കെ മാറിയ ഏരിയകളിൽ കൊറോണയ്ക്ക് മുമ്പുള്ളതിൻ്റെ 80% സെയിൽസിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചു എന്ന രീതിയിലാണ് ഇവർ അപ്ഡേറ്റുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് ആയിരുന്നു ഇന്നത്തെ ഈ ഒരു സ്റ്റോക്കിനെ ഡ്രാഗ് ചെയ്യാനുള്ള പ്രധാന കാരണം. അടുത്തായിട്ട് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഏണിങ്സ് റിലീസ് നോക്കുമ്പോൾ 12.5% ഡിക്ലൈനാണ് കഴിഞ്ഞ Q4 അവർ റവന്യൂവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ 4.8 മടങ്ങിൻ്റെ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ടും ഇൻവെൻറ്ററി ഗെയിനാണ് ഇതിന് പ്രധാന കാരണമായി മാറിയതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലി ഇവർക്ക് ഒരു അണ്ടർ വെയ്റ്റ് റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രൈസ് ടാർഗറ്റ് വീണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. 27 രൂപയാണ് ഇപ്പോൾ അവർ ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേ തുടർന്ന് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ IRCTCൻ്റെ ഏർണിങ്സ് റിലീസ് നോക്കുമ്പോൾ കഴിഞ്ഞ Q4 79% ഗ്രോത്താണ് നെറ്റ് പ്രോഫിറ്റിൽ അവർ റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ മാർജിനിലും ഒരു വർധനവ് ഉണ്ടായതായിട്ട് അവർ പറയുന്നു. ഇവരുടെ ഒരു കാറ്ററിംഗ് സെഗ്മെൻറ്റിൽ മാത്രമാണ് ഒരു ഫോൾ ഉണ്ടായത്. റവന്യൂവിൽ 20% ഫോളാണ് അവർ കാറ്ററിംഗ് സെഗ്മെൻറ്റിൽ റവന്യൂവിൽ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ റെയിൽനിയറിൻ്റെ ബിസിനസ്സിലൊക്കെ 19% വർധനവും അതുപോലെ തന്നെ ടൂറിസം റവന്യൂവിലും 23% വർധനവും ഉണ്ടായതായിട്ട് അവർ പറയുന്നു. അതുമാത്രമല്ല ഇവർ 2.5 രൂപ പെർ ഷെയറിൽ ഒരു ഡിവിഡൻറ്റും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് കൽപ്പതാരു പവർ പ്ലാന്റിൻ്റെ കൊറോണ ഇമ്പാക്റ്റ് നോക്കുമ്പോൾ റവന്യൂവിൽ ഏകദേശം 300 കോടിയുടെ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ഇവർ RBI കൊടുത്ത ആ ഒരു മൊറട്ടോറിയൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതുമാത്രമല്ല ഇവർക്ക് ലോ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണുള്ളത് മാർച്ച് 31 വരെയുള്ള ഡാറ്റ പ്രകാരം. അടുത്തായിട്ട് മഹാനഗർ ഗ്യാസിൻ്റെ കൊറോണ ഇമ്പാക്റ്റ് നോക്കുമ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ 2021 പ്രോഫിറ്റൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതകളുണ്ട്, സെയിൽസൊക്കെ കുറവായിരിക്കും എന്ന രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇയർ 2020 ലാസ്റ്റ് ക്വാർട്ടറിലും ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് അവിടെയും സെയിൽസിനൊക്കെ ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും കമ്പനി ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന രീതിയിലാണ് ഇവർ അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് വീണ്ടും ഒരു IPO മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ് ഗ്ലാൻ ഫാർമ. ഇവർ ഇതിനുള്ള DRHP ഫയലൊക്കെ സെബിയായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ജൂലൈ 10 സബ്മിറ്റ് ചെയ്തു എന്നാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നോക്കുമ്പോൾ ഏകദേശം 1250 കോടിയുടെ ഒരു ഫ്രഷ് ഇഷ്യൂവും അതുപോലെ തന്നെ 3,48,63,635 ഇക്വിറ്റി ഷെയർസ് പ്രൊമോട്ടേഴ്സിൻ്റെ വക ഓഫർ ഫോർ സെയിലിലും വെക്കാനാണ് ഇവർ ഇതുവഴിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സെബിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു DRHP ഫയൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളും ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു കമ്പനി ഒന്ന് അനലൈസ് ചെയ്യുക. അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ ബിസിനസ്സും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും, നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇഷ്യൂ പ്രൈസും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവരുടെ ഒരു RHP ഫയൽ സബ്മിറ്റ് ആകുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബയോകോൺ വീണ്ടും ഒരു പോസിറ്റീവ് ന്യൂസ് വന്നിരിക്കുന്നു. ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ DCGIൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് അവരുടെ ഒരു ബയോളജിക്കൽ മെഡിസിൻ മോഡറേറ്റ് അതുപോലെ തന്നെ സെവിയർ ആയിട്ടുള്ള കൊറോണ പേഷ്യൻസിന് ഉപയോഗിക്കാം എന്ന രീതിയിൽ ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ബയോകോൺ വീണ്ടും ഒരു 52-week ഹൈയിൽ റീച്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ദിലീപ് ബിൽഡ്കോണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉള്ള ഒരു 882 കോടിയുടെ പ്രൊജക്റ്റിൻ്റെ L1 ബിഡറായിട്ട് ഇവർ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവർക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അതുപോലെ തന്നെ ഗ്ലെൻമാർക്ക് ഫാർമയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കൊറോണ മെഡിസിൻ്റെ പ്രൈസ് വീണ്ടും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 103 രൂപയിൽ നിന്ന് 75 രൂപയായി കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ തുടർന്ന് ഈ സ്റ്റോക്ക് ഡൗണിൽ പോയി ഇന്ന്. അതുപോലെ തന്നെ ക്ലാരിയൻറ്റ് കെമിക്കൽസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു ഇൻ്ററിം ഡിവിഡൻ്റായിട്ട് 140 രൂപ പെർ ഷെയറിൽ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ബോർഡ് മീറ്റിങ്ങിൽ. അപ്പോൾ ഈ ഒരു ഇതിനുള്ള റെക്കോർഡിംഗ് ഡേറ്റ് ജൂലൈ 19 അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡിവിഡൻറ്റ് വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു ഡിവിഡൻറ്റ് വാങ്ങാനായിട്ട് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവിഡൻറ്റ് മാത്രമായിട്ട് വാങ്ങാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇവരുടെ ആ ഒരു സ്റ്റോക്ക് പ്രൈസിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഡിവിഡൻറ്റ് നിങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവിഡൻറ്റിന് മാത്രമായിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് വാങ്ങാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ഇനിയും വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് അനലൈസ് ചെയ്ത് അതിനുശേഷം വാങ്ങുന്നതായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. ഇന്നത്തെ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയുടെ കേസസിലൊക്കെ നല്ല വർധനവ് ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇപ്പം ഡെയിലി ദിനംപ്രതി ഉണ്ടാകുന്ന കൊറോണ കേസസിൽ നല്ല വർധനവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല ഇവർക്കൊരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ്മാൻ സാഷ് അവരുടെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഏണിങ്സ് പെർ ഷെയർ അത് അവർ വീണ്ടും
റീ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. $110 നിന്ന് അത് $115 ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അതവർക്ക് ഒരു പോസിറ്റീവ് ന്യൂസുമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ US മാർക്കറ്റ് ഒരു പോസിറ്റീവ് ട്രെൻഡിൽ പോകുമെന്നാണ് മിക്ക അനലിസ്റ്റുകളും പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഈ ഒരു മാർക്കറ്റിലേക്ക് ഒന്ന് വാച്ച് ചെയ്യുക. നാളത്തെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും ഈ ഒരു റേഞ്ച് 10,690, അതുപോലെ തന്നെ 17,890 ഈ ഒരു റേഞ്ചിനുള്ള മാർക്കറ്റും നിങ്ങളൊന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻസ് ഒക്കെ അതിനനുസരിച്ച് എടുക്കുന്നതിനെക്കുറിച്ചും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.